വിദ്യാർത്ഥികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചില വിദ്യാർത്ഥികൾ ഇത്രയും വർഷത്തെ വിശ്വാസ പരിശീലനത്തിന് ശേഷം ദൈവത്തിന്റെ ശക്തി ഞങ്ങൾ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രബോധനങ്ങളിൽ പോലും പല വിദ്യാർത്ഥികൾക്കും ആഴത്തിലുള്ള ബോധ്യം ഇല്ല എന്ന് ഞാൻ കണ്ടെത്തി. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വിശ്വാസ പരിശീലന ശൈലികളിൽ വരേണ്ടതായിട്ടുണ്ട്. സഭ എന്താണെന്ന് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നിരീശ്വരപരമായിട്ടുള്ളതും മറ്റു ലോകവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്ന പ്രബോധനങ്ങളിലെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചൂണ്ടുപലകയുടെ ഉത്തരവാദിത്വം ഓരോ വിശ്വാസ പരിശീലകരും പരിശീലന വേദിയും ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോകമൊരുക്കുന്ന കിണികളിൽ നമ്മുടെ മക്കളെ പെടുത്താതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസം നേരിടുന്ന തീവ്രവാദപരമായിട്ടുള്ള എല്ലാ പഠനങ്ങളെയും കുറിച്ച് നമ്മുടെ മക്കളെ ബോധവാന്മാരാക്കണം. അതിനായി വിശ്വാസ തീഷ്ണതയുള്ള ദൈവാനുഭവമുള്ള വിശ്വാസ പരിശീലകരെ നമുക്ക് ആവശ്യമുണ്ട്. ഓരോ വിശ്വാസ പരിശീലകനും അത്തരം തീഷ്ണതയിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്.